ഇതിൻ്റെ ബേസിക് ആർക്കിടെക്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ല ഇതിൻ്റെ ആർക്കിടെക്റ്റ്. ഇതിൻ്റെ ആർക്കിടെക്റ്റ് മിസ്റ്റർ ഷോഫിൽ ആൻഡ് ഫാമിലിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈൻ അപ്രോച്ച് കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. ക്ലയൻറ്റിന് എന്താണോ വേണ്ടിയത് എന്നുള്ളത് അവരുടെ അടുത്ത് നിന്ന് മാക്സിമം എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ എക്സ്ട്രാക്റ്റ് ചെയ്തത് എങ്ങനെ എന്നെക്കൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ വീടിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പേര് ഹർഷം എന്ന് പറഞ്ഞു. ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ അർത്ഥമുണ്ട്. അപ്പോൾ അർത്ഥം ഹർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ്. ലിവിങ് സ്പേസിൻ്റെ ഒരു ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ടി വി കാണുന്ന ഏരിയ, അതായത് എല്ലാവർക്കും ടി വി കാണണം. അപ്പോൾ നമ്മളൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ടി വി അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ ആൾക്കാരുടെയും ലൈഫ് സ്റ്റൈലാണ്. അതിന് ലിവിങ് റൂം എന്ന് പറയാൻ പറ്റില്ല. ലൈബ്രറി, ലിവിങ് സ്പേസ്, റീഡിങ് സ്പേസ്, ഡൈനിങ്, കിച്ചൺ, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു വലിയൊരു സ്പേസ്. ഒരു കുടുംബത്തിന് എല്ലാ ഇൻട്രാക്ഷൻസും നടത്താൻ പറ്റിയ ഒരു സ്പേസ്. ചെറിയൊരു ഇന്ത്യൻ ടച്ച് കൊണ്ടുവരാനാണ് ഒരു ചെറിയൊരു ബേ വിൻഡോ ഉണ്ടാകും. ഇപ്പോൾ ഒരു ലീഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ, ഇപ്പോൾ ഒരു റീഡിങ് സ്പേസ്, വൈകുന്നേരം അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് മയങ്ങാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ബേ വിൻഡോ. കിച്ചൺ നമ്മൾ ഈ വീട്ടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ, ഇപ്പോൾ ഫോയർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് കിച്ചൺ ഉണ്ട്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്കത് കവർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കവേർഡ്. ഇത് നമ്മളുടെ ഒരു പ്രോസസ്സാണ്. ജസ്റ്റ് നമ്മൾ കുറേ ഫർണിച്ചറുകളും ഡെക്കോർ ഐറ്റംസും വാങ്ങി അവിടെ എവിടെയും പ്ലേസ് ചെയ്യുക, കാണാൻ ഭംഗിയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിടുക എന്നുള്ളത് നമ്മളിതിൽ ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലിക്ക് ഇനി വേറൊരു ടൈപ്പ് ഓഫ് വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം ചെയ്യുന്നൊരു ഡ്രീമാണ്, ഒരാളുടെ ഡ്രീമാണ് ഒരു വീടുണ്ടാക്കുക എന്നുള്ളത്.